ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവന് വളരെ ക്ഷീണിതനാ. ഒന്ന് രോഗി, രണ്ട് ക്ഷീണിതൻ, ഇപ്പൊ അനാഥൻ, മൂന്ന് മരിക്കാറായി, പരുവക്കേടായി. ഈ സന്ദർഭത്തിലാണ് ഇവർ വന്ന് 200 പേര് തോടിൻ്റെ അവിടെ തങ്ങി 400 പേരുമായിട്ട് പോയപ്പോൾ ഇവനെ കണ്ടത്. അവനെ കണ്ട് ഇവര് പൊക്കിയെടുത്തു. ഇനി മോളെ 11ാമത്തെ വാക്യം വായിച്ചേ. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമ്യനെ കണ്ട്. അപ്പൊ നിർത്തിക്കേ, വയലിൽ വെച്ച് ഇവനെ കണ്ടു. അവനെ ദാവീദിനെടുക്ക കൊണ്ടുചെന്നപ്പം ദാവീദ് പറഞ്ഞതാ 13ാം വാക്യം. ഇനി കണ്ട കാര്യം ഒന്നുകൂടെ. വയലിൽ വെച്ചൊരു മിസ്രയീമ്യനെ ഒരുത്തനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അടുത്ത അപ്പം കൊടുത്തു. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നിവൻ രോഗിയാ, രണ്ട് ക്ഷീണനാ, മൂന്ന് ഒറ്റയ്ക്ക് കിടക്കുക, അനാഥനാ, ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ച് കൈവിട്ടു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ, രോഗി, യജമാനൻ തള്ളിക്കളഞ്ഞവൻ, ആരോരുമില്ല, മിസ്രയീമിനുമാ. ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്ന ഉടനെ കാര്യമൊക്കെ ചോദിച്ചു. ദാവീദ് ഇവന് 4 കൂട്ടം സാധനമാണ് കൊടുത്തത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ മോളെ. ദാവീദ് ആദ്യം അവന് അപ്പം കൊടുത്തു. അപ്പം അവൻ തിന്നു. ഓർഡറാ. ആദ്യം അപ്പം കൊടുത്തു, പിന്നെ വെള്ളം കൊടുത്തു, പിന്നെ അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയാ മോളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം അപ്പം കൊടുത്തു, പിന്നെ വെള്ളം. ഓർഡറുണ്ട് കേട്ടോ. ഞാൻ വ്യാഖ്യാന ശാസ്ത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. ആദ്യം അപ്പം, പിന്നെ വെള്ളം, പിന്നെ അത്തിയട, പിന്നെ 2 ഉണക്കമുന്തിരിക്കുല. ഇങ്ങോട്ട് നോക്കിയേ. അപ്പം കഴിച്ചാൽ അറിയാമല്ലോ, ജീവന്റെ അപ്പമാ. വെള്ളവും എന്താണെന്നൊക്കെ അറിയാം. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന്. ഉത്തമഗീതത്തിൽ വാക്യമുണ്ട്, മുന്തിരിയട നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്ന് എന്നെ തണുപ്പിക്കണം. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ 4 കൂട്ട സാധനം, അപ്പം, വെള്ളം, അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. ഷിയാവ് 38 അത്തിപ്പടക്കട്ട കൊണ്ട് പുരട്ടിയപ്പോൾ സൗഖ്യമായി. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തി കൊടുത്തു, ഉണക്കമുന്തിരിക്കോലയും കൊടുത്തു. ഈ 4 കൂട്ട സാധനം ഇവൻ കഴിച്ചു കുടിച്ചപ്പോൾ അടുത്ത പദം ഒന്ന് വായിച്ചേ. അത് തിന്നപ്പോൾ അവന് ഉയിര് വീണു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കും നിങ്ങൾക്കും ഉയിരുണ്ടാക്കുന്ന സാധനങ്ങളാ കനാനിൽ. അതാണ് രൂപേൻ ഗോത്രക്കാർ നിരസിച്ചത്. അതാ ഇവര് നിരസിച്ചത്. അപ്പൊ ഈ രൂപേൻ ഗോത്രത്തിൽ ഒരെണ്ണം ആത്മീക നേതൃത്വത്തിൽ വന്നില്ല. ആത്മീക വിഷയത്തിൽ ഇവർക്ക് താല്പര്യവും ഇല്ല. ദൈവത്തിന് നമുക്ക് ഭാഗം വിട്ടേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇന്നും നാളെ നിന്ന് പറയും. നിങ്ങൾ ചിലർ ദൈവവചനം ആസ്വദിക്കുന്നതായിട്ടും കാണുന്നത് കൊണ്ട് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ രൂപൻ ഈ ക്രമക്കേട് കാണിച്ചുകൊണ്ട് ഇവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസഫിന് കൊടുത്തു. അതാണ് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഒന്നുകൂടി നീ ആ വാക്യം വായിച്ചേ മോളെ. ബാക്കി ഭാഗമെല്ലാം അങ്ങ് വിടുക. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അടുത്തത്, അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. അടുത്തത്, ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. യോസേഫിൽ നിന്ന് അത് 2 പിള്ളേർക്ക് കൊടുത്തു. 1-ാം വാക്യം 5-ന്റെ 1-ഉം 2-ഉം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ, അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഇത് രൂബേന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് 2 പിള്ളേർക്ക് കൊടുത്തു, മനേശെ, എബ്രഹീം. എന്നിട്ട് അത് എബ്രഹീമിന് ഉറപ്പിച്ചും കൊടുത്തു. ഇനി യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 9. 31-ന്റെ 9 യിരെമ്യാവ്. അവർ കരഞ്ഞും കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും
എഫ്രയീമിന്റെ ആദിജാതൻ. അപ്പോൾ ആദിജാതന്റെ പദവിയിൽ എഫ്രയീമിനെ കൊണ്ടുവന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തവന് കിട്ടിയതാ, അതെടുത്ത് 11-ാമത്തവന് കൊടുത്തു, 11-ൽ അതെടുത്ത് 13-നും 14-നും കൊടുത്തു, 13-ൽ 14-ൽ അതിൽ 14-ന് ഉറപ്പിച്ചും കൊടുത്തു. ഏറ്റവും പുറകെ കിടന്നവനെ ഏറ്റവും മുൻപന്തി. ഇതാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ അവകാശവും നന്മയും പ്രാപിച്ചവൻ ഇങ്ങനത്തെ ഡയലോഗ് പറയാവൂ. ഇപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ ആരും പറയരുത്, അഥവാ പറഞ്ഞാൽ അത് ഇത്രയ്ക്കേ ഉള്ളൂ. ഈ ദൈവിക നന്മകളും വിടുതലും രക്ഷാനിർണയമൊക്കെ പ്രാപിച്ച് ആത്മാവിനെയൊക്കെ പ്രാപിച്ച് തിരുമേശയൊക്കെ എടുക്കുന്ന നമ്മുടെ വായിൽ നിന്ന് ഇത് വരാമോ? എപ്പോഴും ഗോത്രക്കാർ പറയുകയാ, നിന്നെ ഞങ്ങൾ പെരക്കാത്തിട്ട് കത്തിച്ചു കളയും. ഇതുപോലെ ഇവർ വേറെ മുമ്പും ഉണ്ട്. നമ്മളോർക്ക് ഇപ്പോഴാണ്. നേരത്തെ ഇവരുടെ തൊഴിൽ ഇതാ മോളെ, 6-ാം അധ്യായത്തിനൊന്ന് വായിച്ചേ ന്യായാധിപന്മാർ. ഇത് ഇപ്പോൾ ഉണ്ടായ വിഷയമല്ല, ഇവന്മാർ എപ്പോഴും ഇതൊക്കെ തന്നെ. നമ്മളോർക്ക് ഈ പാസ് ഇരുന്നപ്പോഴായി പ്രശ്നം വന്നു, ഇതിന് മുന്നിരുന്ന പാസ് ഇരുന്നപ്പോഴും ഉള്ള കാര്യമായി. ചില പറഞ്ഞ അവിടെ ഇന്ന സമയം പ്രശ്നമാണ്. അയ്യോ, ആരാ അവിടെ ഇരിക്കുന്നു? അവിടെ ജോയിക്കുട്ടിയാ. അയ്യോ, ഉടനെ കേൾക്കുന്ന ജോയിക്കുട്ടിയുടെ കാലത്തല്ല, ജോർജ് കുട്ടിയുടെ കാലത്തും ഇവരായിരുന്നാലും പ്രശ്നം ഉണ്ടാക്കുന്നു. മോളെ 6-ാം വാക്യം 6-ാം അധ്യായത്തിനൊന്ന് വായിച്ചാ മോളെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കണം. 8-1. എന്നാൽ എഫ്രയീമർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത്? ശ്രദ്ധിച്ചേ, ഇവര് 6-ാം അധ്യായത്തിലും പ്രശ്നം ഉണ്ടാക്കിയവരാ. നമ്മളോർക്ക് ഇപ്പൊ പുതിയ പ്രശ്നമാണ്. അല്ലല്ല, ഇത് നേരത്തെ മുതലേ ഉള്ളതാ. 6-ാം അധ്യായത്തിൽ പ്രശ്നം എന്റെ ഭാഷ പറഞ്ഞ ഗിദയോൻ പാസ്റ്ററോടാ. 6-ാം അധ്യായത്തിൽ പാസ്റ്റർ ഗിദയോൻ. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഗിദയോൻ്റെ ഇടയ്ക്ക് ഇവർ പ്രശ്നമായിട്ട് വന്നു. ഒന്നുകൂടെ വായിച്ച മോളെ 6:1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 8:1. എന്നാൽ എഫ്രയീമർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അതിനാ ഞങ്ങളെ വിളിക്കാഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, ഇവരെ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഇവരെ വിളിക്കാഞ്ഞ് എന്നാണ്? ന്യായമായ ചോദ്യമാണ്. അല്ല, വിളിച്ചാൽ നീ യുദ്ധത്തിന് പോകുമോ? പോകുകയല്ല. അതിനാ 2 കാരണം. എല്ലാം വചനത്തിൽ നിന്ന്. സോനെ കുഴപ്പമില്ലല്ലോ, വചനത്തിൽ. ഇവരുടെ ചോദ്യം എന്നാ, നീ ഞങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല? എന്തുകൊണ്ട് കത്ത് തന്നില്ല? നോട്ടീസ് തന്നില്ല? വാട്സപ്പിനകത്ത് ഇട്ടില്ല? അല്ല, ഇതൊക്കെ ചെയ്താൽ പോകുമോ? പോകുകയല്ല. അതിനാ 2 കാരണം. നമ്മളെ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 5-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും. മതി, പോകുകയല്ല. എബ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവർ എന്ന് പറഞ്ഞാൽ എബ്രയീമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങിയിരിക്കുക. ഞാനിത് ബേർഷേബ സഭ ആയതുകൊണ്ടാണ് ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. ഞങ്ങളൊക്കെ നല്ല വചനത്തിൽ നല്ല മര പറഞ്ഞില്ലയോ കൊടി ഇടാൻ പറ്റുമോ? ഇരിക്കുന്ന കണ്ടില്ല, എല്ലാവരും നല്ല തിട്ടമായിട്ട് പുസ്തകം പോലും തുറക്കുന്നില്ല. അത്രയ്ക്ക് എന്നാ തിട്ടമാ. മതി അങ്ങനത്തേക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ഇവര് ഗിദയോൻ പാസ്റ്ററോടും ഇഫ്താഗ് പാസ്റ്ററോടും, ഗിദയോൻ പാസ്റ്റർ നമ്മുടെ ആള് തന്നെ, പക്ഷെ ഇഫ്താഗ് പാസ്റ്റർ നമ്മുടെ ആള് ഒന്നും അറിയാൻ മേല. ഗിദയോൻ പാസ്റ്റർ നമ്മുടെ ഒറിജിനൽ സിറിയനാ. ഇഫ്താഗ് പാസ്റ്റർ മാർഗം കൂടി വന്ന ആളാ. ഡേവിഡ് പാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ലേ?
ജോർജ് അടിച്ചാ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, വരണോ? പിന്നെ ഗിദെയോൻ പാസ്റ്റർ ഒറിജിനലാ ഇല്ലേ? എന്നെ ഇപ്പോഴേ വെള്ളം കുടിക്കുന്നു. ഗിദെയോൻ പാസ്റ്റർ ഒറിജിനലാ. ചില പാസ്റ്റർമാരെയൊക്കെ ചെല്ലുമ്പോൾ പുള്ളി നമ്മുടെ ആളാണ്, ആ പുള്ളി അത് മറ്റേ ആളാണ്. ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടാ, നമ്മുടെ പയ്യനാ കയറ്റി വിട്ടാക്കാൻ. അന്നേരം വിളിച്ചവർ പറഞ്ഞ് അവൻ പ്രസംഗിക്കത്തൊന്നില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയറി പോട്ടെന്ന്. അപ്പം വേറെ പറഞ്ഞ് ഇല്ല അവനെ വിളിക്കും. ഓ അവനെ പ്രസംഗിക്കും, നന്നായിട്ട് പാടും. അയ്യോ, ഇതൊക്കെ ആത്മീക ലോകത്ത് നടക്കുന്നേ. ഞാൻ ഈ പരമാർത്ഥം പറയുന്നത് കാരണം എൻ്റെ ഇത്ര എണ്ണത്തിന് എന്നോ അരിശമാണെന്നറിയോ, കൈ കിട്ടിയാൽ മിക്സിക്കകത്തിട്ട് ജ്യൂസ് ആക്കി അവർ കുടിക്കുകയും വിൽക്കുകയും ചെയ്യും. അനീഷ് കാവാലം ബോട്ടിലിന് 50 രൂപ ഉള്ളതാണ്ട്. അപ്പൊ ഇവര് ഈ ഗിദെയോൻ പാസ്റ്റർ ഇവരുടെ ആളാ. ഇത്തേക്ക് അറിയാമല്ലോ ആരാന്ന്. അതാ. പക്ഷെ രണ്ടുപേരോട് ഇവര് കൊമ്പ. അപ്പൊ ഏത് പാസ്റ്റർ വന്നാലും ഇവന്മാര് എന്തേലും അങ്ങ് പറ. ആര് വന്നാലും ഇവര് പ്രശ്ന. ഇവര് ഗിദെയോൻ പാസ്റ്ററോട് പറഞ്ഞു, നീ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്താ ഉടക്കണ്ട. അപ്പൊ ഗിദെയോൻ പാസ്റ്റർ അല്പം ബുദ്ധിയുള്ളവനാ, അവൻ ബുദ്ധിയുള്ളവനാ. അവനുടനെ മനസ്സിലായി, എടാ ഇത് പരുവക്കേടാന്നല്ലോ. അപ്പോൾ അവൻ ഇത് എൻ്റെ ഭാഷ, അവൻ പയ്യെ ഗിദെയോൻ പാസ്റ്ററുടെ ഈ ചന്ദ്രിക ഉണ്ടായിരുന്നു, പുള്ളി പയ്യെ ചന്ദ്രിക പതപ്പിച്ചു. ചന്ദ്രിക നന്നായിട്ട് പതപ്പിച്ച് വെച്ച് ഇവനെല്ലാം നന്നായിട്ട്. അടുത്ത വാക്യം വായിച്ചേ മോളെ. അപ്പൊ ഗിദെയോൻ എന്നാ പറഞ്ഞേ? അതിന് അവൻ ഉടനെ ഗിദെയോൻ അവരോട് നിങ്ങളോട് ഒത്തു നോക്കിയ, അയ്യോ എന്റെ അച്ചായ, നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത്, നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത്. നിങ്ങൾ എബ്രയീം ഗോത്രക്കാർ കുറഞ്ഞ ആൾക്കാരാണോ? യാക്കോബ് അപ്പച്ച നിങ്ങളുടെ തലയിലല്ലയോ വലം കൈ വെച്ചത്? മാത്രമാണോ നിങ്ങൾ കടിച്ചു കീറുന്ന സ്തോത്രം ബെന്യാമീൻ ഗോത്രക്കാരും എബ്രയീം ഗോത്രക്കാരും? കാരണം ഈ എബ്രയീം യോസേപ്പിന്റെ മകനാ, യോസേപ്പിന്റെ അനുജനാ ബെന്യാമീൻ. അപ്പൊ ഇവർ ചേട്ടാനിയന്മാരാ. അവരുടെ അപ്പം കടിച്ചു കീറുന്ന ചെന്നായും അപ്പച്ചന്റെ വലം കൈ തലേ. അപ്പൊ നിങ്ങൾ വലിയ പുള്ളിക്കാരല്ലേ? തന്നെ നിങ്ങളുടെ അമ്മച്ചി വലിയ പുള്ളിക്കാരിയായിരുന്നു, റേച്ചൽ ആൻറ്റി. അമ്മാമ സോദരി സമാജത്തിന്റെ പ്രസിഡന്റും ഡിസ്ട്രിക്റ്റിലും മേഖലയിലും ഒക്കെ പൊടിച്ചു മാറിയ അമ്മാമയാ. പക്ഷെ ഒരു ചെറിയ ഗൃഹബിംബം. അപ്പൊ നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അടുത്ത വാക്യം വായിര്. അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എബ്രയീമിന്റെ കാലാ പെറുക്കുകയല്ലയോ നല്ലത്. ഇവൻ നല്ല ചന്ദ്രികയും ലൈബോയും കൂടെ എല്ലാം കൊണ്ട് പതപ്പിച്ചു. അടുത്ത വാക്യം. നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം, നിങ്ങളുടെ കയ്യിലല്ലയോ ദൈവം പണ്ട് പ്രഭുക്കളായ ഒരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. അടുത്തത് നിങ്ങളോട് ഒത്തു എന്റെ അച്ഛാ, നിങ്ങളോട് ഒത്തു നോക്കിയാ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ. സോപ്പിട്ടു ലൈഫോയി അല്ലെ ചന്ദ്രികാന്നോ പത ലൈഫോയിക്കാന്നോ ചന്ദ്രികാന്നോ രണ്ടിനും പറയാം. അടുത്ത പറവൊന്ന് വായിച്ചേ. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. പുള്ളി സോപ്പിട്ട് എല്ലാരും ഒന്ന് പതപ്പിച്ച് ഒരു പരുവത്തിന് അവിടെ
ഈ സെയിം തന്ത്രമായി ഇവർ ഇഫ്താഖ് പാസ്റ്ററോടും. ഇനി 12 ഒന്ന് വായിച്ച മോളെ. അനന്തരം എഫ്രൈമർ ഒന്നിച്ചുകൂടി. പിന്നെ ഇവർ ഒന്നിച്ചുകൂടി. ഇവർ ഇതിനെ ഒന്നിച്ചു കൂടുകയുള്ളു. കാത്തിരിപ്പിന് വരികയല്ല, കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും വരികയല്ല. മുടിരാത്രി പ്രാർത്ഥന വെച്ചാലും മുടിരാത്രി പ്രാർത്ഥനയ്ക്ക് വരും. ആദ്യത്തെ സെക്ഷനിൽ നിന്ന് വെച്ച് ബണ്ണും കാപ്പിയും കുടിച്ച് വെച്ച് പോകും. ന്യൂട്രൽ ഇങ്ങനെ കറങ്ങി നിന്ന് വെച്ച് പോകും പയ്യെ. പിന്നെ പാവത്തങ്ങൾ കുറേ എണ്ണം കുത്തിയിരുന്ന് എന്നാണോ എല്ലാവർക്കും ഒരു ഇവര് ഉടകൊണ്ടാക്കാൻ വരിക. അപ്പൊ അതിനിടയ്ക്ക് ഈ ഗിദെയോൻ പാസ്റ്ററോട് കയറി കൊമ്പ് കോർക്കാൻ കാരണം എന്നാ? നമ്മളവിടെ വായിച്ചവർക്ക് യോഗത്തിന് വിളിക്കാൻ ഞാൻ്റെയാന്ന് അല്ല. ന്യായമായി നമ്മൾ ഓടിച്ച് വായിച്ചവർക്കും യോഗത്തിന് വിളിക്കാൻ, നോട്ടീസ് കൊടുക്കാൻ എന്തിയാ, കത്ത് കൊടുക്കാൻ എന്തിയാ, അതുകൊണ്ട് ആ ഉടക്കെന്ന് നമ്മൾ ചിന്തിക്കും വായിച്ച. അതൊന്നും അല്ല. ഒരു വാക്യം വായിച്ചേ മോളെ, വചനത്തിൽ നിന്ന് തെളിയിക്കാം. ഈ ഗിദെയോൻ പാസ്റ്റർ ഏത് ഗോത്രക്കാരനാ? അവിടെ എഴുതിയിട്ടുണ്ട് ഏത് ഗോത്രക്കാരനാ ഗിദെയോൻ പാസ്റ്റർ, ഏത് ഗോത്രക്കാരനാന്ന്? അയ്യോ, ഇതിനാ മുന്നിലിരുത്തിയത്. ഇന്നലെ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ? 14-ാം വാക്യം, 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ കടന്നു പോകാൻ നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. അടുത്ത വാക്യം, അവൻ അവനോട്, ഉടനെ ഗിദെയോൻ ദൈവത്തോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയത്. അപ്പം ഗിദെയോൻ ഏത് ഗോത്രക്കാരനാ? മനശ്ശെ. അപ്പൊ ഈ എബ്രയീം ഗോത്രക്കാരെന്തിനാ ഈ മനശ്ശെ ഗോത്രക്കാരനോട് കൊമ്പ് കോർത്തത്? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ? ഒരപ്പൻ്റെതല്ലേ? എല്ലാവരെയും അരശക്കയിൽ വീണ്ടെടുത്തതല്ലേ? എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതല്ലേ? യോഹന്നാൻ ലേഖനം 3 എല്ലാവരും ദൈവമക്കളല്ലേ? കാൺമീൻ. പിന്നെ എന്തിനാ ഈ കൊമ്പ് കോർക്കുന്നത്? എൻ്റെ പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഈ എബ്രയീം ഗോത്രക്കാർ മനുഷ്യരോട് കയറി കൊമ്പാ. ആ കൊമ്പ് കോർക്കാൻ കാര്യം, ഗിദെയോൻ മനശ്ശെ ഗോത്രക്കാര്, ഇവർ എബ്രയീം ഗോത്രക്കാര്. അതിന്റെ കാരണം, പണ്ട് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഈ ഗോത്രങ്ങളെ ആശീർവദിച്ച കൂട്ടത്തിൽ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ കടിഞ്ഞൂൽ കൊറ്റൻ, അവന്റെ പ്രതാപം. ഒന്നുകൂടെ വായിച്ചു. കടിഞ്ഞൂൽ കൂറ്റൻ. വായിച്ചു. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ, അവന്റെ പ്രതാപം. അടുത്തത്, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവയാൽ അവൻ സകല ജാതികളെയും വെട്ടി ഓടിക്കും. അടുത്ത വാക്യം, അവ എഫ്രൈമിന്റെ 10,000 മനശ്ശെയുടെ 1000 തന്നെ. മനശ്ശെക്ക് 1000, എഫ്രൈമിന് 10,000. അപ്പൊ ഈ എബ്രയീം ഗോത്രക്കാര് മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ഗിദെയോൻ പാസ്റ്ററോട് കൊമ്പ് കോർക്കാൻ കാര്യം, എടാ 10,000 കിട്ടിയ ഞങ്ങൾ ഇരിക്കുമ്പം 1000 കിട്ടിയ നീ അങ്ങനെ കയറി. മനസ്സിലാകുന്നില്ലേ? ഞങ്ങൾക്ക് 10,000 കിട്ടിയാലേ എബ്രയീമർക്ക്, മനശ്ശെക്ക് 1000. അപ്പോൾ 10,000 കിട്ടിയ ഞങ്ങൾ ഇരിക്കെ 1000 കിട്ടിയ നീ അങ്ങനെ
എൻ്റെ ഭാഷയാ, ബലസുണ്ട. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, എബ്രഹീമിന് ഭയങ്കര അസൂയയാണ്. ഭയങ്കര അസൂയ. ആത്മീക ലോകത്തുള്ളൊരു വലിയ ബാധ ഇതാ, അസൂയയാണ്. ഒരാളൊരു നല്ല വീട് വെക്കട്ടെ എന്നാൽ സന്തോഷിക്കുകയല്ല, പലർക്കും അസൂയയാണ്. ഇതെങ്ങനെ കിട്ടി, എങ്ങനെ ഒപ്പിച്ചു, മുറികളില്ലെന്നാ തോന്നുന്നത്, ചൂടായിരിക്കും, സന്തോഷിക്കത്തില്ല. ഒരാളൊരു നല്ല വണ്ടി മേടിച്ച് ആകാശു ദൈവമേ, സൈക്കിൾ പോലും ഇല്ലാതെ നടന്നാ കിട്ടിയല്ലോ, സ്വന്തമല്ല, സെക്കൻഡ് ഹാൻഡാന്നാ തോന്നുന്നു, ടയർ തേഞ്ഞതാ അല്ലയോ, AC ഇല്ലെന്നാ. ഇതൊന്നും നല്ല മനസ്സോടെ ഭയങ്കര അസൂയ. നമ്മുടെ ഇടയിൽ തന്നെ ഒരു പെൺകുഞ്ഞിന് നല്ല കല്യാണം വന്ന് അമേരിക്കയെന്നോ കാനഡയെന്നോ ലണ്ടനെന്നോ നാട്ടിൽ ഇവിടെ ഉടനെ നല്ല കല്യാണം ഉടനെ നനച്ച് അസൂയക്കാരൻ, അമേരിക്കക്കാരന് ഒന്നും വിശ്വസിക്കാനോ ഞങ്ങൾക്ക് അതിനാ മാമ. ഓ, അമേരിക്കക്കാരും ഒന്നും ഇപ്പം വിശ്വസിക്കാൻ, ഇവിടെ ഉള്ളവനെ വിശ്വസിക്കാവോ? ഒരുത്തനെയും മൂക്കി ശ്വാസമുള്ള ഒരുത്തനെ പിന്നല്ലേ അമേരിക്ക, എല്ലാവരും കണക്കാ. നല്ലവരെവിടെ ചെന്നാലും നല്ലവരായിട്ട് ജീവിക്കും. അത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൊട്ടാരക്കാരിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പൊ ഇവർക്ക് എബ്രഹാം ഗോത്രക്കാർക്ക് ഭയങ്കര അസൂയയാണ്. അസൂയ ഉള്ളത് കൊണ്ടാണ് 10,000 കിട്ടിയ ഞങ്ങൾ നിൽക്കുക, 1000 കിട്ടിയ നീ അങ്ങനെ വല്ല. ഈ എബ്രഹാമിന് അസൂയ ഉണ്ടോ? ഒരു വാക്യം വായിച്ചേ മോളെ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 13 വായിച്ചേ. യെശയ്യാവ് 11:13. ആ താള് മറിക്കുമ്പോൾ ഇടതുവശത്ത് മേളിൽ, പഴയ ബൈബിളിൽ 11:13. പെട്ടെന്ന് വായിര്. എഫ്രയീമിന്റെ അസൂയ നീങ്ങിപ്പോകും. മതി, ഒത്തിരി വായിക്കണ്ട. എബ്രഹാമിന്റെ അസൂയ ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ അസൂയയും കോപവും വൈരാഗ്യബുദ്ധി, ഹോശേയ പ്രവചനത്തിൽ വാക്യമുണ്ട്, പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നെന്ന്. പുഴുക്കുത്ത് ഒത്തിരി പറയാനുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. ഒരു ആത്മീകന്റെ വായിൽ നിന്ന് മറ്റുള്ളവർക്ക് ആത്മീകമായി പ്രയോജനം വരുന്ന വാക്കുകളാണ്. ഉപദേശത്തിൽ വിട്ടുവീഴ്ചയില്ല, പ്രമാണം പറയുന്നതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ആട്ടെ, നമുക്ക് മടങ്ങി വരാം, അല്ലെ പിന്നെ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ഇവര് ഇബ്താഖിനോട് പറഞ്ഞു, നിന്നെ അകത്തിട്ട് ചുട്ട് കളയും. അപ്പൊ കൊരിന്ത്യരും കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷേ ഇവരോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. എബ്രഹാം തന്നെ ഞങ്ങളെ ക്ഷണിക്കാഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ക്ഷണിച്ചാൽ പോകുമോ? ക്ഷണിച്ചാലൊന്നും പോവുക. അതിന് 5-ാം അധ്യായത്തിൻ്റെ 14 ഒന്നുകൂടെ വായിച്ചേ. ന്യായാധിപന്മാർ യോഗത്തിന് വിളിച്ച ഇവന്മാർ പോകുകയല്ല. കാരണം ന്യായാധിപന്മാർ 5:14 ഒന്നുകൂടെ വായിച്ചേ. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ എബ്രഹാമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാ. ഇവന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. ഇപ്പോൾ ആത്മീക ഈ സഭയിലാണെങ്കിലും മുഴുവൻ ജഡീക വിഷയങ്ങളാണ്. ജഡത്തിനെ പോഷിപ്പിക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ജഡത്തെ ഉന്മാദപ്പെടുത്തുന്ന, ജഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വേര് അമാലേക്കിൽ ഇറങ്ങിയാൽ പിന്നെ രക്ഷയില്ല. മാത്രമാണോ യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ വരികയല്ല. കാരണം ഒറ്റയൊരുത്തൻ്റെ കയ്യിൽ ആയുധമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ ഒന്ന് വായിച്ചേ.
അനാത്തിൻ പുത്രനാ ശങ്കരൻ നാളിൽ യാഗലും കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന ആൾ വരെ നായകന്മാർ ഇസ്രയേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം, ഇസ്രായേലിന്റെ 40,000 മധ്യ പരിചയും കുന്തവും കണ്ടതേയില്ല. ആയുധമില്ല. അപ്പൊ പിന്നെ യുദ്ധത്തിന് വിളിച്ചാ വരുവോ? ഇസ്രായേലിന്റെ 40,000 മധ്യ പരിചയും കുന്തവും കണ്ടതേ. അതിൽ സിംഹഭാഗം ആയുധമില്ലാത്തത് എബ്രഹാം ഗോത്രക്കാർക്കാണ്. എണ്ണമെടുത്തപ്പോൾ സംഖ്യാപുസ്തകം നിങ്ങൾ വായിച്ചാൽ അറിയാം. എണ്ണമെടുത്തപ്പോൾ എബ്രഹാം ഗോത്രത്തിൽ ആദ്യം എണ്ണമെടുത്തപ്പം 40,500 പേര്. 40,500. അതിൽ 40,000 ആയുധമില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകത്തിലുണ്ട്. ആദ്യം എണ്ണ എടുക്കുന്ന 1-ാം അധ്യായത്തിലില്ല നമ്മളെ എബ്രഹീമിനെ ആ കണ്ണികയിലുണ്ട്. എബ്രഹീം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവരെന്ന് വാക്യമുണ്ട്. 12-ാം വാക്യമാണോ? 1-ാം അധ്യായം സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് രാവിലെയും വായിച്ചതാണ്. റെഫറൻസ് അങ്ങ് മറന്നുപോയി. എബ്രഹീം ഗോത്രത്തെ പറ്റി ഇവിടെ അല്ലേ, ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? എഫ്രൈം ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ വായിച്ചോ? അമ്മീഹൂദിന്റെ മകൻ എലീശാമ. മനശ്ശെ ഗോത്രത്തിൽ അതിന്റെ കണ്ണിക തീരുന്നിടത്തുണ്ട് 40,500 എന്നാ. ഗാദിന്റെ സന്തതികളിൽ അത് ആ ദൈവരാശി വായിച്ച് ആരാന്ന് കൈ പൊക്കിക്ക്. ആരാന്ന്? എത്രാം വാക്യ ഭാഷ? 1:33 വായിച്ചു. എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. 40,500. ഞാൻ ഇന്ന് രാവിലെ വായിച്ചാ. പിന്നെ നിങ്ങൾ എന്നെ കുഴയ്ക്കുന്ന കണ്ടപ്പം ഞാൻ കാരണം അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നുണ്ട്. പിന്നെ അപ്പൊ ആദ്യം എണ്ണ എടുത്തപ്പം 40,500 പേര്. ആയുധം എത്ര പേർക്കില്ല? 40,000 എണ്ണത്തിന് ആയുധമില്ല. പിന്നെ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ളത് സ്തോത്രം. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചിലയിടത്ത് ചില പറഞ്ഞില്ലേ, നേരത്തെ എന്തില്ല സീറ്റ് കിട്ടുകയില്ല പാർക്കിങ്ങിന്. 3 സെഷനായിട്ടാ വർഷിപ്പ് ഒക്കെ അഭിനന്ദിക്കുന്ന. നല്ലത്. എത്ര എണ്ണത്തിന് ആയുധമുണ്ട്? സ്തോത്രം. ഇനിയുണ്ട് ആയുധമില്ല. ശൗലിന്റെ കാലത്തും ആയുധമില്ല. വായിച്ച 13-ാം അധ്യായത്തിന്റെ 19. ശമൂവേലിന്റെ 1-ാം പുസ്തകം 13:19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ല. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. ഇപ്പൊ ഒറ്റ കൊല്ലൻ ഇല്ല. പ്രാർത്ഥിക്കുന്നവരിപ്പോൾ ഇല്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്നവർ ഉണ്ട്. കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയെ പറ്റി പുസ്തകം പ്രകാശനം ചെയ്യുന്നവരുണ്ട്. പ്രകാശനം കഴിഞ്ഞത് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. വിറ്റേച്ചതിൻ്റെ കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്നവരില്ല. പ്രാർത്ഥനാ സഹകാരികളുണ്ട്. പ്രാർത്ഥനയെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കും. പ്രാർത്ഥനയുടെ ഗ്രീക്ക്, ഹീബ്രു, അതിൻ്റെ മൂലഭാഷ കേട്ടിട്ടില്ലേ? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കടാ. എങ്ങനെയും ഇച്ചിരി നേരം ഒന്ന് ഇരിക്കേ. കസേരയിലോ തറയിലോ എങ്ങനെയും ഇച്ചിരി നേരം ഇരിക്കേ. വെറുതെ ഇങ്ങനെ അങ്ങ് പറയുക. അപ്പൊ ഈ ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ല. വായിക്കേ.
എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. അവര് കമ്മിറ്റി കൂടി ബില്ലും പാസാക്കി. അടുത്തത്, ഇസ്രായേൽ തങ്ങളുടെ കൊഴുവ്, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അടുത്ത വാക്യം, എന്നാൽ മൺവെട്ടി, കലപ്പ, മമ്മട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർ കരമുണ്ട്. അടുത്ത വാക്യം, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നു. ആയുധമില്ലെന്ന് ഒരെണ്ണത്തിനും. ചുമ്മാ ഇങ്ങനെ പുറംപൂച്ച് നിൽക്കുന്ന ഒരെണ്ണത്തിന് ആയുധം. പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. പുള്ളി സ്റ്റേറ്റിലുണ്ട്, ജനറലിലുണ്ട്, ലോക്കലിലുണ്ട്, മേഖലയിലുണ്ട്. അല്ല, നമ്മുടെ ആയതുകൊണ്ട് പറയുന്നതിന് വിഷയമില്ലല്ലോ. അതൊക്കെ നല്ല കാര്യം. മാർഗം വേണ്ട, അവിടെ തന്നെ ഇരിക്കേ. കാശുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, നല്ല കാര്യം. അതെ, ഇവിടെ ചോദ്യം, ആയുധമുണ്ടോ? നമ്മുടെ ആയുധത്തെ പറ്റി എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ അതാ നമ്മുടെ ആയുധം, ദൈവമക്കളുടെ ആയുധം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും വിചാരങ്ങളെയും പിടിച്ചടക്കണം. എന്താ നമ്മുടെ ആയുധം? സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി, രക്ഷകയുടെ ശിരസ്ത്രം പേറി, ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാൽ യാതനയാൽ ഏറു നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ ആയുധം. ഇപ്പം അന്ന് പറഞ്ഞ ഒറ്റ ആയുധം. അപ്പൊ എബ്രായീം ഗോത്രക്കാരെ യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ പോകുകയല്ല. പിന്നെ ചുമ്മാ ഉടക്കുണ്ടാക്കാനാ ഈ പറയുന്ന എന്നാ വിളിക്കാഞ്ഞ്, എന്നാ ക്ഷണിക്കാഞ്ഞ്, എന്നാ പറഞ്ഞോട്ട് വരികയില്ല. വരാതിരിക്കാൻ 2 കാര്യമാ പ്രധാന കാര്യം. ഒത്തിരി ഉണ്ട്, 2 ഇപ്പം പറയത്തുള്ളൂ. 1, വേര് അമാലേക്കിൽ ഇറങ്ങി. 2, ഒറ്റ ഒരുത്തൻ്റെയും ആയുധമൊന്നുമില്ല. ഒന്നിൻ്റെ ദൈവത്തിന് മഹത്വം. ഈ യുദ്ധത്തിന് പോകുമ്പോൾ അതിന് പ്രമാണമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ പ്രമാണമുണ്ട്. നിങ്ങളുടെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ മോളെ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ. മിസ്രയീം ദേശത്ത് ശ്രദ്ധിച്ചേ. നീ ശത്രുക്കളോട് പടകെടുക്കാൻ പോകുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ, ഒന്നുകൂടെ വായിര്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട്, ദൈവമക്കൾക്കുള്ള ദൂത, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ നീ പേടിക്കരുത്. മിസ്രയീം നിർത്ത്. എനിക്കൂടെ വിടവുതാ. നീ കുതിരയെയും രഥത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മോളെ, ഇനിയും ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ. യേഹൂദ് മരിച്ച ശേഷം, യേഹൂദ് അങ്ങ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യും. അടുത്തത്, യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ഒരു നല്ല പ്രയോഗമല്ലല്ലോ. ദൈവം ഇവരെ വിറ്റു. ആരെ? ഇസ്രായേൽ മക്കളെ. അതിനെ വിറ്റത് അച്ഛൻ പറഞ്ഞു. ഞാൻ എൻ്റെ ശൈലി പറയാം. ദൈവം ഇവരെ വിൽക്കാൻ കാര്യം, ഇവരെ വെച്ചിട്ട് ദൈവത്തിന് വലിയ ലാഭമൊന്നും. ഉദാഹരണം, ജോസ് അല്ലേ, ഞങ്ങൾ ദീർഘവർഷമായിട്ട് പരിചയപ്പെട്ട, പിന്നെ പുള്ളിയെ പിടികൂടാം പാവത്താൻ. ഇപ്പം ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്റർക്ക് ഒരു കാറുണ്ടോ? ഉണ്ട്.
അപ്പൊ ഈ ബഹുമാന്യ കർത്തൃദാസന് ഒരു കാറുണ്ട്. ഈ കാറ് അത്യാവശ്യത്തിന് മുമ്പ് കൂടെ കൂടെ നിൽക്കുകയും ഇഞ്ചൻ പണി വരികയും കൂടെ കൂടെ ഇതിന് പണി വരികയും ബ്രേക്ക് ഡൗൺ ആകുകയും സ്റ്റാർട്ട് ആകാതെയൊക്കെ ഇരിക്കുമ്പം ഒത്തിരി ജോലി ഇത് വർക്ക്ഷോപ്പിൽ കയറ്റി പിന്നെ ഇത് കൂടെ കൂടെ പണിയാ. അതല്ലേ ഇസ്രായേൽ മക്കൾ പിന്നെയും അങ്ങനല്ലേ നമ്മളെ വായിച്ചേ 4:1. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും വീണ്ടും 6:1 വായിച്ചേ മോളെ. ഇസ്രായേൽ മക്കൾ പിന്നെയും മതി. അപ്പൊ കൂടെ ഇഞ്ചൻ പണിയാ, കൂടെ ബ്രേക്ക് ഡൗണാ. സ്വോത്ര കാഴ്ച കിട്ടുന്ന പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ. അപ്പൊ ഈ ബഹുമാന്യ കർത്തദാസനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, ഡേവിഡ് മാസ്റ്ററെ ഇനി ഈ വണ്ടി വെച്ചോണ്ട് ഇരിക്കരുത്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. അതൊക്കെ സമ്മതിച്ചു. ഇനിയും വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾ കുത്തുപാള എടുക്കും. അപ്പോൾ പിന്നെ എന്നാ പോകാൻ വഴി? കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നല്ല, വിൽക്കണമെന്ന് എടുത്ത വിഷയത്തോട് ചേർത്താം. കിട്ടുന്ന വിലയ്ക്ക്. അയ്യോ ഇപ്പം വിറ്റ വില അതൊന്നും നോക്കണ്ടെന്ന് വിളിക്കും. അല്ല, ഇസ്രായേൽ മക്കളെ വിറ്റു. കാരണം ഇവന്മാര് പിന്നെ നമ്മൾ പറയില്ല, കഴിഞ്ഞ വർഷവും പുള്ളി ഒരു വഴക്കുണ്ടാക്കിയതാ. ഉടനെ പഴയ ആൾക്ക് പറയാം, അതിൻ്റെ തലയെ കൊണ്ടോ ഇവനിതുപോലെ ഉണ്ടാക്കി. ഉടനെ പഴയ വിശ്വാസം, ഇവനെല്ലാ കൊല്ലവും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം തമ്പുരാൻ പറഞ്ഞു, ഇനി ഇതിനെയെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല, പിന്നെ എന്തോ ചെയ്യണം? വിൽക്കണം. വിറ്റു. ഇനി ഇസ്രായേൽ മക്കളെ വിറ്റത് അങ്ങനെയാണ്. അതിലും വിചിത്രം. ഡേവിഡ് പാസ്റ്റർ അന്നേ വിൽക്കുമ്പോൾ എന്നാ കിട്ടിയ വിലയ്ക്ക് ഉള്ളതാട്ടെ. പക്ഷെ ദൈവം വിറ്റത് അങ്ങനല്ല. അത് ബാക്കി ഇങ്ങനെ, നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിറ്റെന്ന. സങ്കീർത്തനം 46:12 45:12. ഞാൻ റബറിൻ്റെ സംഘം മറന്നു. 46:12 അത് എത്ര മാക്കിയാ ഡേവിഡ് പാസ്റ്റേ? 44:12. ഒന്ന് വായിച്ചേ മോളെ. ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. മതി. നീ നിന്റെ ജനത്തെ, ഞാനോ പാസ്റ്ററോ കിട്ടുന്ന വില ഉള്ളതാട്ടെ. ദൈവം തമ്പുരാൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഇവനെയും എല്ലാം വെച്ചോണ്ടിരുന്ന. ദൈവം വിറ്റു. പേടിച്ച് ഭയത്തോടെ പറയട്ടെ, ദൈവം നമ്മളെ വിൽക്കാൻ ഇടവരുത്തരുത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് പ്രയോജനമുള്ളവരാകണം. തീർന്നില്ല, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാകണം. ഒന്നെങ്കിൽ വാക്കുകൊണ്ടില്ലേ, പ്രവൃത്തി കൊണ്ടില്ലേ, സമ്പത്ത് കൊണ്ട് ഇല്ലേ, ശരീരം കൊണ്ട് ഇല്ലേ, കൂട്ടായ്മ ബന്ധം കൊണ്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രിയരെ, ഞാനും നിങ്ങളും ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും പ്രയോജനമുള്ളവരാകണം. ദൈവത്തിന് അങ്ങനെ പ്രയോജനമില്ല, ദൈവം വിൽക്കും. ദൈവം വിൽക്കുന്നത് കിട്ടുന്ന വിലക്കല്ല, വില വേണ്ടെന്ന് പറയും. നീ കൊണ്ടുപോകും. ശത്രുവിൻ്റെ കൈ ദൈവം വിറ്റു. അങ്ങനെ വിറ്റു. ഇനി 4-ാം അധ്യായം വായിച്ചേ. ഞാനിതൊന്നും പറയാനല്ല വന്നത്, ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയം. പക്ഷെ ഇങ്ങനെ വചനത്തിൻ്റെ ചുറ്റാകെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുഴപ്പമില്ലല്ലോ. വായിച്ചേ മോളെ. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റു. ഇവരെ കൊണ്ട് ദൈവം പൊറുതി മുട്ടി കേട്ടോ. പൊറുതി മുട്ടി. അതുകൊണ്ടാണ് 95-ാം സങ്കീർത്തനം 10-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. സങ്കീർത്തനം 95:10 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും. ഇവരങ്ങ് എപ്പോഴും തെറ്റുക.
ഈ സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. പക്ഷേ ഈ വാക്യം പൗലോസ് എബ്രായ ലേഖനത്തിൽ എടുത്തു പറഞ്ഞപ്പോൾ എപ്പോഴും തെറ്റിപ്പോകുക. 3:10 വായിച്ചേ മോളെ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. 95 സങ്കീർത്തനം 10 വാക്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന ഈ വാക്യം പൗലോസ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 3:10 പറയുക എപ്പോഴും തെറ്റിപ്പോവുക. അപ്പൊ അതുകൊണ്ട് ദൈവം ഇവരെ വിറ്റു. ഇനി അടുത്ത വാക്യം ന്യായാധിപന്മാരില്ല. ഹസോരിൽ വാണ അവന്റെ സേനാപതി ജാതികളുടെ ഹശോരത്തിൽ പാർത്തിരുന്ന സീസേരയായിരുന്നു. അടുത്തത് അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പൊ 900 രഥം, ഇരുമ്പ് രഥം. ആ രഥത്തിൽ കെട്ടുന്ന കുതിര. അപ്പൊ പടയ്ക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ ആവർത്തന പുസ്തകത്തിൽ പ്രമാണം കൊടുത്തു, അനവധി രഥങ്ങളെയും കുതിരകളെയും കണ്ട് നീ പേടിക്കരുത്. ഇവിടെ 900 ഇരുമ്പ് രഥമായിട്ട് സീസരെ വരിക. എല്ലാം പേടിച്ച് വിറച്ച്. ഇനി ആവർത്തന പുസ്തകം 20:1 മുതൽ വായിച്ചേ മോളെ, ഓടിച്ചു വായിച്ചോ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. ദൈവത്തിന് കാരണം ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ആ ദൈവമാ നമ്മുടെ മുൻപേ ഉള്ളത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പേടിക്കരുത്, ഭ്രമിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അടുത്തത്. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. ഈ പുരോഹിതൻ വരണം പടയെടുക്കാൻ പോകുമ്പം. താഴെ വായിക്കുന്ന പ്രമാണിമാര് വരണം. പുരോഹിതനും വരണം, പ്രമാണിയും വരണം. 8-ാം വാക്യം വായിച്ചേ മോളെ, 20:8. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. അപ്പൊ ഈ യുദ്ധത്തിന് പോകുമ്പം നമ്മൾ ആത്മീയ പോർക്കളത്തില്ല, ഈ ധൈര്യം കെടുത്തുന്നവന്മാരുണ്ട്. നമുക്കൊരു കൺവെൻഷൻ വെക്കും. ആര് വരാന്? അപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. എന്നാൽ നമുക്കൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന. ഈ ചൂടും പിടിച്ച്. അപ്പം അതിലൊരു തീരുമാനം. എന്നാൽ നമുക്കൊരു മുടിരാത്രി പ്രാർത്ഥന. ആരിരിക്കാം. അപ്പൊ അതിലൊരു തീരുമാനം. എന്നാൽ നമുക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ പൊതുയോഗം. ഉടനെ ഫണ്ടിലൊന്നുമില്ലെന്ന്. അപ്പൊ അതിലൊരു പുറകോട്ടൊന്ന് നോക്കി. നിങ്ങള് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്നുകൂടെ വായിച്ച മോളെ 8-ാം വാക്യം. വചനത്തിൽ കൂടെ ആകുമ്പം വലിയ ശല്യമില്ലല്ലോ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്. പുരോഹിതൻ വന്ന് ജനത്തെ കാര്യമെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. അതാ 2-ാം വാക്യത്തിൽ ഇല്ലേ മോളെ? 2-ാം വാക്യം 2 വായിച്ച. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. അപ്പൊ ആദ്യം പുരോഹിതൻ പാസ്റ്റർ പറയണം. പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. പുരോഹിതൻ എന്തോ സംസാരിക്കണ്ടേ? ഇസ്രായേലേ കേൾക്കാം. നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. പടയേൽക്കാൻ പോവുക. അധൈര്യപ്പെടരുത്. അപ്പൊ പാസ്റ്റർ പറയണം അധൈര്യപ്പെടരുത്, പിന്നെ ഭ്രമിക്കരുത്, നടുങ്ങിപ്പോകരുത്. അവരെ കണ്ട് ഭ്രമിക്കുകയും അവരെ കണ്ട് നിങ്ങൾ ആൾക്കൂട്ടം ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പുൽപ്പിറ്റിൽ നിന്ന് പാസ്റ്റർ പറയണം. പാസ് ഇത് പറഞ്ഞു കഴിയുമ്പം സഭയിലെ പ്രമാണിമാരുണ്ട്. സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസില്, ഹൈ കൗൺസില്. ഒന്നും അറിയാൻ മേല. ചിലപ്പറ്റി പറയുമോ പുള്ളി ഞങ്ങളുടെ സഭയിലെ പ്രമാണി. നമ്മളതിന് പ്രമാണി എന്ന് പറയുന്നത് നെടുന്തൂണെന്നാ പറയുന്നത്. പുള്ളി ഞായറാഴ്ച വന്ന് നെടുന്തൂണിരിക്കും പോലെ ഇരിപ്പുണ്ട്.
മിക്കവാറും ഇന്ന് എന്തെങ്കിലും നടക്കും 9-നകം. ജോർജ് കുട്ടിച്ചാൻ എന്നെ കൊണ്ടുപോകണേ. അപ്പൊ ഈ പുരോഹിതൻ ഈ കാര്യമെല്ലാം പറയണം. അടുത്തത് പ്രമാണി വരണം. പ്രമാണി വന്ന് പറയേണ്ട കാര്യമായി 8-ാം വാക്യം വായിര്. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ, അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന്. അപ്പൊ ഇവൻ ധൈര്യം കെട്ടിരിക്കുക, ഇവൻ മറ്റുള്ളവന്റെ ഹൃദയം കൂടെ ധൈര്യം കെടുത്തിക്കളി. ഇവൻ മറ്റുള്ളവന്റെ ധൈര്യവും കൂടെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചോദിക്കില്ല എന്തുവാ എന്നാന്നോ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ധൈര്യം കെടുത്തുക. അവൻ രോഗശാന്തി വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഈ നശിച്ചവൻ അങ്ങോട്ട് ചെന്ന് പറയുക ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, പിന്നെ എടുത്തോണ്ട് ഓടണോ? നീ കുഴഞ്ഞു കിടക്കാട, അവന് രോഗശാന്തിക്ക് നിൽക്കുന്നെങ്കിൽ അവനെ നിർത്തടാ. എന്നിട്ട് അവൻ പറഞ്ഞ പോയില്ലേ, ഞങ്ങൾ കെട്ടി വലിച്ചോണ്ട്. ഉടനെ ഗുണപ്പെടാത്ത പിള്ളേരുണ്ട്. എടാ എടുക്കടാ എൻ്റെ വണ്ടിയെ. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് വല്ലോ സംഭവിച്ച അയ്യോ, ഇങ്ങനെ ധൈര്യം കെടുത്തുന്ന എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? അതുകൊണ്ടാ പറഞ്ഞ പായവും വീരത്വവും ഉള്ളവനല്ല എല്ലാം വിട്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പൊ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന് പ്രമാണമുണ്ട്, ചുമ്മാ പോകാനൊക്കത്തില്ല. ദൈവത്തിന് മഹത്വം. പടയെടുക്കാൻ പോകുമ്പോൾ പ്രമാണമാ. അപ്പൊ ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇവര് അവിശ്വസ്തരായി. ഒരെണ്ണത്തിൻ്റെ ആയുധവുമില്ല, സംസാരം ഒട്ട് നല്ലതുമല്ല. ഞാൻ വേഗത്തിൽ നിർത്താം. കൊരിന്ത്യർക്കും ഇത് തന്നെ സംഭവിച്ചേ. കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവുമില്ല. പക്ഷേ സംസാരം നല്ലതല്ല. ഈർഷ്യയും പകയും പിണക്കവും പക്ഷവും. ഞാൻ 1-ാം അധ്യായത്തിൽ നിന്നതേ ഉള്ളൂ. ഇനി 10-ലാണ് നമ്മൾ വായിച്ച്. ഇനി 2, 3 അങ്ങനെ കയറി ഇറങ്ങി വരാനാ ഉദ്ദേശിച്ചത്. ഞാൻ ഇനി 2, 3, 4, 5, 6, 7, 8, 9 പറയുന്നില്ല. ഇടത്തെ അധ്യായത്തോടൊന്ന് കൂറ് പുലർത്താം. 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി വേഗത്തിൽ നിർത്താം. എന്നെ കേൾക്കുന്ന പ്രിയര്, പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നൊരു ദൈവമുണ്ട്. ഇതിനു മുമ്പ് പൗലോസ് ചില മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുക, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 6-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ കിടക്കുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിലുണ്ട് ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്കിത് ബുദ്ധിയുപദേശം. 12-ാം വാക്യത്തിലുണ്ട് ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളു. അപ്പം മിക്കവരും പ്രസാദിച്ചില്ല, വീഴാതിരിക്കാൻ നോക്കണം. ഇത് ബുദ്ധിയുപദേശത്തിനാണ്, ഇത് ദൃഷ്ടാന്തമാണ്. ഇത് ആരുടെ കാര്യമാ? 10-1 മുതൽ പഠിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. പിന്നെ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും സ്നാനപ്പെട്ട് സമുദ്രത്തോടെ. പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. അടുത്തത് എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു. 5 വാക്യത്തിനകത്ത് 5 പ്രാവശ്യം എല്ലാവരും 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 എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഇറങ്ങിത്തിരിച്ചെങ്കിലും ചിലരൊക്കെ ചില വിഷയത്തിൽ പാട്ടുപോയി. അവിടെ പ്രധാനമായിട്ട് 5 കാര്യം. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിച്ചു, 5 പിറുപിറുപ്പ്. ഞാൻ ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ദുർമോഹമകത്ത് കയറരുത്. വിശേഷിച്ച് PYPയിലെ കുഞ്ഞുങ്ങളോടും എല്ലാവരുടെ കൂടെ പറയുന്നത്, ഈ ലോകം വല്ലാത്ത ലോകമാണ്. കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന, കണ്ണിന് കൗതുകം വരുത്തുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ധാരാളം വസ്തുവകകളുള്ള ലോകത്തില് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആവശ്യമില്ലാത്ത ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത്. ഈ മോഹമകത്ത് കയറിയ വലിയ പ്രശ്നമാണ്.
ഈ എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ ആൾക്കാർക്ക്, എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. പൂന്താനം പണ്ട് പാടി അർത്ഥം എത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിലും സഹസ്രം, എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വരുമ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് അതിനെ പിടിച്ചടക്കണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗമെല്ലാം വിടുക. എന്നിട്ട് 13 വാക്യത്തിൽ പൗലോസ് പറയുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. പല ദൈവമക്കളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിക്കുമ്പോൾ പറയാനുണ്ട്, ദൈവമേ ആമേ ഞാനിത് സഹിക്കുന്നല്ലോ, എന്തിനാ എനിക്കിത് വന്നത്? ആമേ ഒരു കാര്യം എന്ന് രാത്രി പറയാം, ദൈവ പൈതലേ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. ചില സഹോദരിമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. ചിലർ പറയുന്നത് ഞാൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. അല്പം കൂടെ സാമർഥ്യമുള്ള ചില സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരുത്തി ആയതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ഇപ്പം നല്ല പമ്മി ഇരിക്കുന്നത് ആരാന്നറിയാം, അടുത്ത് നോക്കണം. ഞാനായതുകൊണ്ട്. എന്നാലും ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും നമ്മൾ വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിട്ടാലും കൊണ്ട് നടക്കുകയല്ലേ. അല്ല നിങ്ങളൊരു സ്വോത്രം പറ, കയറി ഇരിക്കടി, ഇച്ചിരി സ്പീഡ് വിടും, മുറുക്ക പിടിച്ചോണം, വളവുണ്ട്, ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ ഒരു സ്വോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, ഇനി അവർ സ്വോത്രം പറഞ്ഞില്ലേ, നിങ്ങളിനി സ്വോത്രം പറയണം. അവർ പറയുകയല്ല. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സഹോദരി, ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തന്മയത്വവും സമർപ്പണവും വിനയവും സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ നിനക്കൊണ്ടെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഇതിനെ നിന്റെ കൈ തന്നെ കൊണ്ട് തന്നത്. അപ്പുറത്തെ അവിടെ കൊടുത്തിരുന്ന അവള് ഇല്ല, ഒന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഇവരെല്ലാം ആ സ്ഥലത്ത് പോകേണ്ടതാ. ഏത് സ്ഥലമാ? നമ്മുടെ TV തോമസ് ഒക്കെ താമസിക്കുന്ന സ്ഥലപ്പേരെന്ന് മരിച്ചു പോയി. വത്സൻ എബ്രഹാമിൻ്റെ ഭാര്യയുടെ പെട്ടെന്ന് പറയാൻ മനസ്സിലാകാനാ സ്ഥലപ്പേര്, ഉറക്കെ പറ. കുഴിക്കാല. അതാ കുഴിക്കാല. മനസ്സിലായോ? ഇത് വേറൊരാളുടെ കയ്യില ഇതിനെ കൊടുത്തിരുന്നെങ്കിൽ എന്നേ ഈ സ്വഭാവം ആന്നേലും എന്നും ഡ്രസ്സുമൊക്കെ കഴുകി കൊടുത്ത് തേച്ച് ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് ഇല്ലേ, എന്നാ ഇതുകൂടെ അങ്ങ് കുടിച്ചേച്ച്. നിങ്ങളൊരു കല്ലേലിയാ പറ. അതും കണക്കാ. പിന്നെ ഈ 9 ഇത്രയിലും ഒത്തല്ലോ വലിയ കാര്യം. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയില്ല. ചില കഷ്ടങ്ങളും ശോധനകളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ഓർക്കണം, ദൈവം നിന്നെ മറന്നിട്ടല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, ദൈവം അറിയാതിരിക്കുന്നതുമല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ ദൈവം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് അറിവുള്ള വാക്യമാവുന്ന വായിച്ച 28-27 യെശയ്യാ പ്രവചനം 28-27 അറിവുള്ള വാക്യമാ. വായിച്ചോ, എടുത്തവരൊക്കെ വായിച്ചോ, ആരാന്നേലും. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. പിന്നെ ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതും, ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകത്തിന്റെ മേലും ജീരകത്തിന്റെ മേലും മെതിവണ്ടിയും കയറ്റത്തില്ല, വണ്ടിയുടെ ചക്രം കയറ്റി മെതിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം, നിന്റെ ആയോ ദൈവത്തിനറിയാം, നിന്റെ സാഹചര്യം ദൈവത്തിനറിയാം. അതുകൊണ്ട് ജീരകത്തിന്റെ മേൽ മെതിവണ്ടിയും കരിഞ്ജീരകത്തിന്റെ മേൽ സ്വോത്രം ചക്രമൊന്നും കേറ്റത്തില്ല. പിന്നെ അടുത്ത വാക്യം,
കരിഞ്ജീരകം വടി കൊണ്ടും. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ഇവളുണ്ട്, ബാലശിക്ഷക്കത്തിലും. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക. ജീരകം കോല് കൊണ്ട് തല്ല്. അപ്പൊ ചില തല്ലൊക്കെ വരും, അത് ദൈവം ഉപേക്ഷിച്ചതല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില ശോധനകൾ വരും, ദൈവം മറന്നുപോയിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില രോഗങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക്, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല. ആമൻ അവിടുന്ന് സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാ. ചില ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും ഒക്കെ സഹിക്കുന്നവർ ഇതിനകത്തിരിപ്പോണ്ട്. ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തരികയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒന്നും ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വം. എല്ലാം ദൈവം നന്മയ്ക്കാണ് ചെയ്യുന്നത്. ഈ കഷ്ടതയുടെയും ശോധനയുടെയും പരിശോധനയുടെ നടുവിൽ കൂടി വിടുന്നത് നമ്മളെ പൊന്നു പോലെ പുറത്തിറക്കാനാ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒടുവിൽ പറയുക, നിർത്തുക. 9 9:10 നിർത്താം. എന്നാ അത് മതി. 9:10. ഇപ്പോൾ 9 10 മിനിറ്റിനകം നിർത്താം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, പരീക്ഷയോട് കൂടെ നമ്മുടെ ദൈവം നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും. ദൈവത്തിന് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, പോക്കുവഴി ഉണ്ടാക്കി. ദൈവത്തിന് മഹത്വം. പോക്കുവഴി ഉണ്ടാക്കി. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. കർത്താവിനേക്കാൾ ഉപരി എന്തിനേലും സ്നേഹിച്ചാൽ അതിനെ ദൈവം ഒന്ന് പരിശോധിക്കും. ദൈവത്തിന് മഹത്വം. ആ പരിശോധനയിൽ അബ്രഹാം വിജയിച്ചു. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 22. ഇസഹാക്കുമായി പോയി യാഗപീഠമെടുക്കി ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അബ്രഹാം കത്തിയെടുത്തു. അപ്പം ദൈവം വിളിച്ചു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. അബ്രഹാമിടെ ഇസഹാക്കിനെ കൊന്നതായിട്ട് നമുക്കറിയാം, എഴുതിയിട്ടില്ല. പക്ഷേ ഈ വിഷയം ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് ദൈവം അംഗീകരിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇസഹാക്കിനെ അർപ്പിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ നെടലും പൊരുളും പഠിക്കുമ്പോൾ അബ്രഹാം പിതാവായ ദൈവത്തിന് നെടലായിട്ടും ഇസഹാക്ക് യേശുക്രിസ്തുവിന് നെടലായിട്ടും ഒക്കെ സാധാരണ പഠിപ്പിക്കുന്നത് പ്രതിരൂപ സ്വരൂപങ്ങൾ. വലിയ തെറ്റുമില്ല. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അങ്ങനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തെ വിശ്വാസം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവൻ എന്ന് പറഞ്ഞാൽ ഉയർത്തു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് പോരുന്നത്. ഇതിനകത്തൊരു ആത്മീയ പാഠം നിങ്ങൾക്കറിയാം. ഇത് യേശുവിൻ്റെ കാൽവറി മരണത്തിന് ഒരു നെടല. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു ആത്മീയ പാഠം. 22-ൽ ഇസഹാക്ക് മരിച്ചു, അല്ലെ? ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിന്റെ കല്യാണം ഏതധ്യായത്തിലാ? ഇസഹാക്ക് കല്യാണം കഴിച്ചോ? ഓൻ്റെ ഭാഷ ഞങ്ങളെ വിളിച്ചില്ല. ഞാൻ ഏതാ ഇസഹാക്കിന്റെ കല്യാണം? 24. അപ്പൊ 24-ൽ ഇസഹാക്കിന്റെ കല്യാണം, 23-ൽ സാറയുടെ മരണം, 22-ൽ ഇസഹാക്കിനെ ബലിയർപ്പിച്ചു. ഇങ്ങനെ അതിന്റെ ഓർഡർ അറിയാമല്ലോ. അപ്പൊ ഒരു ചിന്ത, ഇത് യേശുവിന്റെ കാൽവറി മരണത്തിന് നെടല. അങ്ങനെയെങ്കിൽ ഇസഹാക്കിനെ കൊന്ന് യാഗമായിട്ട് അർപ്പിച്ച് ഇസഹാക്ക് ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. എബ്രായ ലേഖനോട് ചേർത്ത് പഠിച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട ഒരു വാർത്ത, റിബേക്ക ജനിച്ചെന്ന്. റിബേക്ക
ആ 23-ാം അധ്യായത്തിൻ്റെ നേരെ മുകളിൽ ഒരു ചെറിയ കണ്ണികയുണ്ട്. ആ കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ മോളെ. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ അനന്തരം മിൽക്കയും നിന്റെ സഹോദരനാകുന്ന നാഹോറിന് മക്കളെ പ്രസവിച്ചു വന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അപ്പൊ 22 ഇസഹാക്കിനെ യാഗം അർപ്പിച്ച് ഇസഹാക്ക് എബ്രാഹിം കൊണ്ട് ചേർത്ത ഇസഹാക്ക് മരിച്ച ഇസഹാക്കിനെ ഉയർപ്പിച്ചു. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ കേൾക്കുന്ന വാർത്ത അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അടുത്തത് അവർ ആരെന്നാൽ ആദിജാതനായ ഊസ്, അവന്റെ അനിയൻ ബൂസ്, പിന്നെ അരാമിന്റെ പിതാവിനെ കെമുവേല്, കേശേദ്, ഹസോ, പിൽദാശ്, ഇദലാഹ്, ബെഥൂവേൽ. അടുത്തത് ബെഥൂവേൽ റിബേക്കയെ ജനിപ്പിച്ചു. മതി. ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത റിബേക്ക ജനിച്ചു. കാൽവരിയിൽ യേശുക്രിസ്തു മരിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. കേബാവിന് പ്രത്യക്ഷപ്പെട്ടു, മന്ദിരവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനല്ലേ? വായിച്ചേ മോളെ 15:1. നിർത്താം 5 മിനിറ്റ് ഉണ്ട്, നിർത്താം. ഏത് 15-ആണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കേബാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? കേബാവിന്. പിന്നെ 12 പേര്. ആ 12 പേരിൽ ഒരാളാ കേബാവ്. അപ്പൊ പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അതെന്തിനാ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു? വെറുതെ ഇരിക്കുമല്ലോ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട. ഏതായാലും ഉയർത്ത സമയം കളയണ്ടെന്നാ കൂടെ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൽ 12 പേർക്ക്, അപ്പം 12 പേരൂടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. പീറ്ററിന് സ്പെഷ്യൽ കേസായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം പടകും വലയെടുത്തോണ്ട് പോയി മീൻ പിടിക്കുക. ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു പദം എഴുതുന്നുണ്ട്, പുലർച്ചെ യേശു പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെ. ആ താഴത്തെ ഭാഗം നിങ്ങൾക്ക് അറിയാണ്ട് വ്യാഖ്യാനിക്കുന്നില്ല, അറിയാമല്ലോ. അതിൻ്റെ കാരണം പുലർച്ചെ പ്രത്യക്ഷപ്പെടാൻ കാര്യം ഒരു പുലർച്ചയായി പുള്ളി തള്ളി പറഞ്ഞത് യേശുവിനെ. ഒരു വെളുപ്പിനെയാ തള്ളി പറഞ്ഞു. കാരണം കോഴി കൂവിയല്ലോ, സന്ധിക്കല്ലല്ലോ കോഴി കൂവുന്നേ. പുലർച്ചെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷതയിൽ ഏതാണ്ട് കാര്യത്തിനല്ല പരിഹാരം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുക്രിസ്തു തന്റെ അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് 40 ദിവസം ഇവരുടെ കൂടെ. ഒടുവിൽ ഇവരെ കൂട്ടിക്കൊണ്ട് ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് സ്വർഗത്തിലേക്ക് അവിടുന്ന് പോയി. കൃത്യം 10 ദിവസം പരിശുദ്ധാത്മാവ് വന്നു, സഭ ആരംഭിച്ചു. ഇസഹാക്ക് ഉയർത്തെഴുന്നേറ്റ് അബ്രഹാം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അധികം താമസിക്കാതെ കേട്ട വാർത്ത റിബേക്ക അവിടെ ജനിച്ചു. കാൽവറിയിൽ യേശു മരിച്ചു.
കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ താൻ വിവാഹം ചെയ്യേണ്ട തൻ്റെ മണവാട്ടി ജനിച്ചു. ഒരു പാഠവും കൂടെ. 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ മരണം. കല്യാണമോ 24-ൽ. 22-ൽ മരണവും 24-ൽ ഒറ്റ അധ്യായത്തിന്റെ വിടവേ ഉള്ളൂ. യേശു കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിക്കും. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. ഞാൻ ഭാഗ്യം പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതുവരെ ശാന്തമായിട്ട് എല്ലാവരും എന്നെ കേട്ടിരുന്നല്ലോ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പരീക്ഷയോടുകൂടെ പോക്കുവടിയുണ്ട്. ഒരാട്ടുകൊറ്റനെ ദൈവം കരുതി. ദൈവത്തിന് മഹത്വം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ പരീക്ഷയിൽ തോറ്റുപോകരുത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾ ചെങ്കട തീരത്ത് വന്നു, വലിയ പരീക്ഷ. എന്നാൽ അർദ്ധരാത്രിയിൽ ഉഷ്ണക്കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ച് 7 കൈവഴികളാക്കി ചെതറി ചെരുപ്പ് നനയാതെ ദൈവം തമ്പുരാൻ ഇവരെ മറുകര കയറ്റി. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ യെരിഹോ കോട്ട ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച ഉറപ്പാക്കി എല്ലാ ക്രമീകരണം ചെയ്തു. എന്നാൽ ദൈവമക്കൾ ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ അതിശക്തമായി അടച്ച് ഉറപ്പാക്കിയ യെരിഹോ മതിലിനെ ദൈവം തകർത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി വെച്ചു. ദൈവജനത്തിന് വേണ്ടി ചെങ്കടലിൽ ദൈവം പാരയൊരുക്കി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യെരിഹോ മതിലിനെ തകർത്തു. അങ്ങനെയെങ്കിൽ പരീക്ഷയോട് കൂടെ ദൈവം നമുക്ക് പോക്കുവടി ഉണ്ടാക്കും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഞരക്കത്തോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് പോക്കുവടി ഉണ്ടാക്കും. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പരീക്ഷയോടുകൂടെ പോക്കുവടി ഉണ്ടാക്കുന്ന ദൈവം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങളെ പാടുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. ചേർന്ന് അറിയാവുന്നവർ ചേർന്ന് പാടി നമുക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിൽ പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. കർത്താവേ ശോധന തരുതേ വന്നാലും ജിബ്രാൾട്ടർ എന്നെ പാലിക്കണേ. ജിബ്രാൾട്ടർ പാറമേൽ, ആ ജിബ്രാൾട്ടർ പാറമേൽ തട്ടും പരീക്ഷ ശോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാപോലി ശോണി തലത്തിലെ പരീക്ഷകൾ. പകലിലും രാവിലും പരീക്ഷകൾ. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ എന്നേക്കാൾ അറിവുള്ളവരും ഈ ഗൂഗിളിലും ഇതുമൊക്കെ സെർച്ച് ചെയ്യുന്നവരാ. ഒരു പാറയാ ജിബ്രാൾട്ടർ പാറ. കടലിൻ്റെ നടുക്ക. ഏതാ, അറ്റ്ലാന്റിക് ഓഷനാണോ അതോ ആണ്ട തപ്പുന്നു? ഏത് സമുദ്രത്തിൻ്റെ നടുക്ക്? ഓ, കൊച്ചുകുഞ്ഞിന്റെ കാര്യമല്ലെന്ന്. ജിബ്രാൾട്ടർ പാറ എവിടാന്ന്? ജിബ്രാൾട്ടർ പാറ ചോദിച്ചപ്പോൾ കൊച്ചുകുഞ്ഞാന്ന്. അല്ല, ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ പറയാം. പാസ്റ്റർ ഒന്ന് നോക്കിയേ, ജിബ്രാൾട്ടർ പാറ. അങ്ങനെ ഒരു സ്ഥലം, ഒരു പാറയാ. മെഡിറ്ററേനിയൻ കടലിന് നടുക്ക അല്ലയോ? ആ, വലിയ പാറയാ. ആ പാറ കടലിന് നടുക്ക. 4 വശത്തിൽ നിന്നും തിര വന്നടിക്കുക. ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവവൈതൽ. അകത്തു നിന്നും പുറത്തു നിന്നും ചുറ്റി നിന്നും സകലിടത്തു നിന്നും തിരമാലകൾ അടിക്കുമ്പോൾ ജിബ്രാൾട്ടർ പാറ പോലെ നിൽക്കണം. ഇന്നും നിൽക്കുക. ആ, ഈ ചിന്താഗതിയോട് ആ പാട്ട് പാടണം. പിന്നെ കൊച്ചുമോന്
അവൻ മുങ്ങിയോ? അവനോട് വരാൻ ഈ മുറം പോലെ ഇതും വെച്ചോണ്ട് നടക്കുന്നോണ്ട് ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാ പോലെ ഷോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാ പോലെ ഷോണി തലത്തിലെ പരീക്ഷകൾ. ഓ പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങിക്കിടന്നാൽ പരീക്ഷിക്കും. ഓ കർത്താവേ ശോധന വന്നാലും ജിബ്രാൾട്ടർ പോലെ എന്നെ പാലിക്കണേ. കർത്താവേ ശോധന തരുതേരെ വന്നാലും ജിബ്രാൾട്ടർ പോലെ എന്നെ പാലിക്കണേ. ഓ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ലോകം പോകുന്ന നേരം വരെ എന്നെ പരിപാലിക്കേണേ പവിത്രാത്മനേ. ഓ പരലോകം പോകുന്ന നേരം വരെ എന്നെ പരിപാലിക്കേണം പവിത്രാത്മനേ. ഓ പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ തൻ മർത്യജടം. ഓ പാപം പരീക്ഷിക്കും ലോകം പരീക്ഷിക്കും സാത്താൻ ബന്ധുക്കൾ തൻ മർത്യജടം. ആമേ ദൈവാത്മശക്തിയാലെല്ലാം തകർപ്പോ ഓ നസറായ വീരൻ തൻ സഹായിക്കും. ആമേ ദൈവാത്മശക്തി ശക്തിയാലെല്ലാം തകർക്കുവാൻ നസ്രായ വീരൻ തൻ സഹായിക്കും. ആമേനാപത്തു കാലത്തു ആശ്വാസം ഓ അടിയാർക്ക് സങ്കേതം ദൈവം തന്നെ. ആമേനാപത്തു കാലത്തു ആശ്വാസനേരത്തും അടിയാർക്ക് സങ്കേതം ദൈവം തന്നെ. ആമേ ഭൂലോകം അറിഞ്ഞാലും എല്ലാം വെടിഞ്ഞവർക്കുല്ലാസമേ. ഓ ഭൂലോകമാകവെ അറിഞ്ഞാലും എല്ലാം വെടിഞ്ഞവർക്കുല്ലാസമേ. ആമേ ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാ പോലെ തലത്തിലെ പരീക്ഷകൾ. ഓ ജിബ്രാൾട്ടർ തട്ടും തീരാ പോലെ ജോഡി തലത്തിലെ പരീക്ഷകൾ. ആമേ ജിബ്രാൾട്ടർ പാറമേൽ തട്ടും ഓ ശൈതല കൈതല തീരാ കൂടാ